എൻ്റെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനിൽ. ഇവിടെ ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിലാണ് എൻ്റെ സ്ഥാപനം ഉള്ളത്. വൃന്ദാവനം എഞ്ചിനീയറിംഗ് വർക്ക്സ് ആണ്. അത് വന്നിട്ട് റൂഫിങ്ങിൻ്റെ വർക്കാണ് അധികം വരുന്നത്. അതുപോലെ തന്നെ ഗേറ്റ് ഗിൽസ്, ഷീറ്റ് വർക്ക്, ബോർഡ് വർക്ക്, അങ്ങനെയുള്ള പൈപ്പ് സംബന്ധമായിട്ടുള്ള ഇപ്പോഴത്തെ പുതിയ മോഡലുകളുള്ള വർക്കുകളാണ് നമ്മൾ അധികം ചെയ്തു വരുന്നത്. ഞാൻ എൻ്റെ 10th പാസ്സായതിനു ശേഷം പിന്നെ വേറെ ഒന്നിനും പോയിട്ടില്ല. ഈ ഒരു വർക്ക് തന്നെയാണ്. ഈ ഒരു വർക്കിലേക്ക് ഇറങ്ങി ഇത് പഠിച്ച് ഏകദേശം ഒന്ന് സെറ്റായപ്പോൾ ഒന്ന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അവിടെ ഒരു 4.5 വർഷത്തോളം അവിടെ നിന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 14 വർഷമായി ലക്കിടി കൂട്ടുപാതയിൽ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പോൾ വർക്കൊക്കെ അത്യാവശ്യം ഉണ്ട്. സ്ഥിരമായിട്ട് ഒരു 8ഓളം വർക്കേഴ്സ് ഉണ്ട്. അവർ നമ്മുടെ അടുത്ത് നമ്മുടെ വേണ്ടപ്പെട്ട പയ്യന്മാരാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരേമാതിരിയുള്ള നല്ല വേറെ ആളുകളെ ഇപ്പോൾ വർക്ക് അധികം ഇഷ്ടംമാതിരി വരുന്നുണ്ടെങ്കിലും പുതിയ ആളുകളെ എടുക്കാത്തത് എന്താ വെച്ചാൽ നമ്മളോട് ചേർന്ന് നമ്മുടെ രീതിയിലേക്ക് പോകുന്ന ആളുകൾ കുറവായതുകൊണ്ടാണ് നമ്മുടെ പയ്യന്മാരെ തന്നെ വെച്ച് നല്ല ചെറിയ സെലക്റ്റീവായ വർക്കുകളെ എടുക്കുന്നുള്ളൂ. കൂടുതലായിട്ട് എടുക്കുന്നില്ല. ഇപ്പൊ മെയിനായിട്ട് റൂഫിങ്ങിന്റെ വർക്കുകളാണ്. റൂഫിങ്ങിന്റെ വർക്കാണ്. ഇപ്പൊ ഗേറ്റ് ഗിൽസ് എല്ലാം കുറഞ്ഞു. അത് വേറൊരു ടീമായി. ഇപ്പൊ കട്ടില ജനലെല്ലാം വർക്കുകളെല്ലാം വേറെ ടീമായി. ആദ്യമെല്ലാം നമ്മൾ അതെല്ലാം എടുത്തിരുന്നു. പക്ഷെ ഇപ്പൊ റൂഫിങ്ങിനാണ് കൂടുതലായിട്ട് ഇത് കൊടുക്കുന്നത്. പുതിയ മോഡലുകളുള്ള സ്റ്റെയറുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ റൂഫിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകൾക്ക് മഴ പെയ്ത ഷീറ്റിൽ വെള്ളം വീഴുമ്പോൾ ശബ്ദം കേൾക്കരുത്. അപ്പൊ അതിന്റെ മോഡലുള്ള ഷീറ്റുകൾ, അങ്ങനെയുള്ള വെറൈറ്റികളായിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഞാൻ ഇപ്പോ ഉള്ള വർക്കുകൾ ശ്രീകൃഷ്ണപുരത്താണ് 2 സൈറ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഒറ്റപ്പാലാണ് നമ്മുടെ മെയിൻ ഏരിയ. ഒറ്റപ്പാലം, ലക്കിടി, പത്തിരിപ്പാല. അതുപോലെ തന്നെ ഒരു വട്ടം ഞാൻ ചെന്നൈയിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ റിക്വസ്റ്റ് പ്രകാരം അവിടെ നമ്മുടെ കേരളീയ മോഡലുള്ള വർക്കുകൾ ചെയ്യാൻ ആളുകളില്ല എന്ന് പറഞ്ഞ് ചെന്നൈയിൽ പോയിട്ട് ഒരു 2 ആഴ്ച നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അധികം ട്രഡീഷണൽ ആയിട്ടുള്ള വർക്കുകളാണ് അധികം വരുന്നത്. പിന്നെ ചില ആളുകൾക്ക് ഇപ്പോഴത്തെ മോഡലായിട്ടുള്ളത് വേണം പറയും. എന്നിരുന്നാലും ഇന്നും ആളുകൾക്ക് കൂടുതൽ നമ്മുടെ നാടൻ ഓടുകൾ വെച്ചിട്ടുള്ള വർക്കുകളോടാണ് കൂടുതൽ താല്പര്യം കാണുന്നത്. അതാണ് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുന്നത്. ചാരുപടി മോഡൽസിലുള്ള ഗ്രില്ലുകളും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഇതില് നമ്മുടെ ഈ GSM കൂടുതലുള്ളത് അപ്പോളോന്റെ പൈപ്പാണ്. അത് ആണ് അധികം ആളുകളും റിക്വസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതന്നെ നമ്മൾ ഇട്ടിട്ട് അതാണ് ചെയ്യുന്നത്. പിന്നെ ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് ചിലപ്പോൾ ടാറ്റ ചെയ്യണം പറഞ്ഞ് അത് ചെയ്യാറുണ്ട്. ഓരോ മോഡലിനനുസരിച്ചായിരിക്കും. പിന്നെ നമ്മൾ ഓരോ വർക്കുകൾക്കും ഓരോ തരം പ്രത്യേകത ഉണ്ടാവില്ല. ഓരോ ആളുകൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തി, അതാണ് നമ്മൾ ചെയ്തത് ആരെന്ന് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അത് നമുക്കതൊരു മോശം വരാത്ത രീതിയിലുള്ള വർക്കുകൾ നമ്മൾ എടുക്കാറുള്ളൂ. ആ രീതിയിൽ തിരഞ്ഞെടുത്തിട്ടേ ചെയ്യാറുള്ളൂ. എനിക്ക് അത് ഫീൽ ആയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വർക്ക് ഉണ്ട്, അതുകൊണ്ട് കോമ്പറ്റീഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. ഞാൻ സേവാഭാരതിയുടെ ഒറ്റപ്പാലം സെക്രട്ടറിയാണ്. സേവാ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അതിന്റെ ഒരു 3 വർഷത്തോളമായിട്ട് സെക്രട്ടറിയാണ്. ഇപ്പോൾ ആദ്യം താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണം ഉച്ചയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് സൗജന്യമായിട്ട്. അതിപ്പോൾ നല്ല രീതിയിൽ നടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ പാലിയേറ്റീവ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം ആഴ്ചയിൽ 1 ദിവസമായിരുന്നു, ഇപ്പൊ ആഴ്ചയിൽ 3 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പാലിയേറ്റീവ് രോഗികൾക്ക് വേണ്ട കട്ടിൽ, വീൽ ചെയർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആംബുലൻസ് സേവനമുണ്ട്. നമ്മുടെ അടുത്ത് ആംബുലൻസ് ചോദിക്കുന്നത് വെറും സാധാരണക്കാരായ പാവപ്പെട്ടവരാണ്. അവർ മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഒക്കെ ആയിട്ട് നമ്മൾ ചിലപ്പോൾ ചിലർ ക്യാഷ് ഉള്ളവരാണെങ്കിൽ അവർ ക്യാഷ് തരും, അല്ലാത്തത് നമ്മൾ ഒന്നും വാങ്ങാതെ ചെയ്യുന്നുണ്ട്. സേവാഭാരതിയുടെ പ്രവർത്തനം വളരെ മനസ്സിന് തൃപ്തിയായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. അതിലേക്ക് നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നു. ഞാൻ കേരള അയൺ ഫാബ്രിക്കേറ്റഡ് യൂണിറ്റ് ഇതിന്റെ ഒറ്റപ്പാലം ബ്ലോക്കിന്റെ പ്രസിഡന്റായിട്ടിരുന്ന ആളാണ്. ഇപ്പോ ചുമതലകളില്ല. ഇപ്പൊ ഈ സേവാഭാരതിയുടെ ഇതിലേക്ക് ഇറങ്ങിയോണ്ട് അതില്ല. പക്ഷെ കഴിഞ്ഞ മാസം ആലത്തൂര് വെച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ വൈഫും 2 കുട്ടികളുമാണ്. എനിക്ക് ചെറിയൊരു പവർ ടൂൾസിന്റെ റെന്റ് ഷോപ്പ് കൂടി ഉണ്ട് ലക്കിടി കൂട്ടുപാതയിൽ. ആ സ്ഥാപനം നടത്തുന്നത് വൈഫാണ്. കുട്ടികൾ 5ലും 6ലും ആയിട്ട് പഠിക്കുന്നുണ്ട്. 2 പയ്യന്മാരാണ്. ചിലരുടെ കയ്യിൽ ചിലപ്പോൾ ഐഡിയകൾ ഉണ്ടാവും. അവരുടെ ഐഡിയക്ക് അനുസരിച്ച് അവർ ഇന്നതുമാതിരി പറയുന്ന തരത്തിൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളും നമ്മുടേതായ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്താൽ ചില ആളുകൾക്ക് അത് ഓക്കെ ആവും. ചില ആളുകൾ പരമാവധി നമ്മളെ ഇതാക്കിയിട്ട് പറയും എങ്ങനെയാണ് അത് ചെയ്തെന്നാവുക. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇന്ന മോഡലിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ചന്താവും. അത് ഓക്കെ ആക്കുന്ന തരത്തിലുള്ള ആളുകളാണ് ഇപ്പൊ അധികവും കാണുന്നത്. ഈ സൈറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ റൂഫിങ്ങിന്റെ എ ടൈപ്പിലുള്ള മോഡലാണ് വരുന്നത്. അത് പറഞ്ഞാൽ സാധാ ട്രഡീഷണൽ ആയിട്ടുള്ള ഓട്. ഇതൊരു മാഷുടെ വീടാണ്. ആ മാഷ്ക്ക് അദ്ദേഹത്തിന് നല്ല രീതിയിൽ ചന്തമായിട്ട് ചെയ്യണം. എൻ്റെ അടുത്ത് ആകെ പറഞ്ഞിരിക്കുന്നത്
സുനിലെ വേറെ ഒന്നും നോക്കണ്ട, നീ വൃത്തിയായി ചന്തമായിട്ട് ചെയ്തു തന്നാൽ മതി. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹം നമുക്ക് വിട്ടുതന്നിറക്കാണ്. ഒരു മോഡൽ അദ്ദേഹം തന്നിട്ടുണ്ട്. ആ മോഡലിനനുസരിച്ചാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സീലിംഗ് ഓട് വരുന്നുണ്ട്. സീലിംഗ് ഓട് വരുന്നുണ്ട്. കൂളിംഗ് ഉണ്ടായിരിക്കും. ഇതെല്ലാം റൂഫ് ടെറസ് വാർത്തതാണ്. ഇതിന്റെ മുകളിൽ ഒന്നും കൂടി ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ നമുക്ക് ഈ സേവനം എനിക്കിത് എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് സേവന മേഖലയിലേക്ക് ഒന്നും കൂടി ഇറങ്ങാം എന്നുള്ള രീതിയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അല്ലാതെ ഇപ്പൊ ഞാൻ ഒക്കെയാണ് എൻ്റെ ഒരു ലൈഫ്. ഒരു ദിവസം പരമാവധി 2 നേരം എത്തും. ലക്കിടി ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിലാണ്. എൻ്റെ ഫോൺ നമ്പർ വന്നിട്ട് 99 46 20 80 20 ആണ്. അപ്പോൾ ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും ഫോൺ എടുക്കും, ഇല്ലെങ്കിൽ തിരിച്ചു വിളിച്ചിരിക്കും.